ഹായ്, നമസ്കാരം. അപ്പം ഞാനിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റുള്ള പരിപാടിയാണ് തുടങ്ങാൻ പോവുക. പിന്നെ ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ രാവിലെ തന്നെ ഉച്ചത്തേക്കുള്ളത് കൂടെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെ പണി തീർന്നു പിന്നെ വേറെ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് തന്നെ ചോറ് കറികളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രാവിലെ പിന്നെ ഞാൻ എല്ലാ പണിയും തീരും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് എനിക്ക് കുറേ ഗാർഡനിങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാട്ടോ, ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. പഫ് രാവിലെ തന്നെ ഉണ്ടോ, അവൾ ചോറിന് വേണ്ടി പഫ് വിശന്നിട്ട് എവിടെയൊക്കെയോ നിരങ്ങൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ചോറെടുത്ത് കൊടുക്കട്ടെ കേട്ടോ. മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അതും ചൂടാക്കി അവൾക്കുള്ള ചോറ് കൊടുക്കണം. എന്നാലും അവൾ സമ്മതിക്കുള്ളൂ. അതുവരെ ഇങ്ങനെ കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കും. പഫ് എന്താ കുഞ്ഞിന് നോക്കൂലാത്ത? അടി കൊള്ളാനിട്ടാണോ? നീ എന്താ കുഞ്ഞിനെ നോക്കൂലാത്ത? എന്തിനാണ് നിന്റെ കുഞ്ഞെന്തേ? കുണിയെ കാണിക്കണ്ട. നിന്റെ കുഞ്ഞെന്തേടി? നിന്റെ മക്കളെന്തേ? എവിടെയാ മക്കളെവിടെയാ? ഒന്ന് കാണിക്കാവാ? ഞാനിവിടെ ഇതുപോലത്തെ അരിയാട്ടോ ഉപയോഗിക്കണം. ഇതുപോലെ ചവര് പോകത്തെ അരിയാണ് ഉപയോഗിക്കണം ചോറിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ കണ്ടോ, ഇത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിൽ ഇട്ടാക്കണം. അരമണിക്കൂറായിട്ട് ഇങ്ങനെ കുതിർത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേവ്. ചവരില്ലാത്ത കാരണം അല്ലെങ്കിൽ വേവാൻ ഭയങ്കര താമസമാട്ടോ, അതുകൊണ്ടാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരട്ടെ കേട്ടോ. പൂച്ച കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്ന് ഓരോന്നിനും ഓരോ സ്ഥലത്തിട്ടിട്ട് കിടന്ന് നൂലോളിയാണ് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ കുഞ്ഞുങ്ങളെ ഓരോ വസ്തു കൊണ്ടുവരും, ഒളിപ്പിച്ച് വെക്കണതാണ്. ഞാനിത് ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കണം. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു തുണിയിൽ ഇങ്ങനെ അടിയിൽ നിന്ന് തുടച്ചിട്ടാണ് വെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കറക്കി നോക്കാം. ഞാൻ കറക്കി ഇപ്പോൾ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കണം. ചപ്പാത്തിക്ക് ഞാൻ അവിയലുണ്ടാക്കാമെന്ന് വിചാരിക്കണം കറിയായിട്ട്. അപ്പോൾ അത് ഉച്ചത്തേക്കും കൂടി ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ്, ഒരു കായയുടെ പകുതി, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ 2 ഇടുന്നുണ്ട്. കുറച്ച് അവിയലിനും പിന്നെ കുറച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് ഉച്ചത്തേക്ക്. ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. പിന്നെ കുറച്ച് പയറും, ഒരു 2 ബീൻസ്. പയറുള്ള കാരണം ബീൻസ് കുറച്ച് എടുത്തോളൂ. പിന്നെ 2 കോവയ്ക്കും ഇത്ര എടുക്കുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ തോട്ടത്തിന് പറിച്ച പയറാട്ടോ. രാവിലെ പോയപ്പോൾ കുറേ പയർ കിട്ടി. ചെടി നനയ്ക്കാൻ പോയപ്പോൾ കുറേ പയർ കിട്ടി, അത് പറിച്ചതാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
അപ്പോൾ നമുക്കിനി അവിയൽ വെക്കാൻ നോക്കാം കേട്ടോ. ഈ പാൻ വെച്ച ഇൻഡക്ഷൻ കുക്കറിലായ കാരണം കേട്ടോ. അപ്പം നമുക്ക് വെജിറ്റബിൾ അരിഞ്ഞത് ഇതിലേക്ക് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് വേവിക്കണം. അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. വേവാനുള്ള ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അവിയൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള മാങ്ങയും കൂടെ ചെത്തിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അരപ്പും റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം തേങ്ങ കൂടെ ഇടാം കേട്ടോ.
ചപ്പാത്തി അവിയലും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കും. ഒത്തിരി പുളിയാക്കട്ടോ, പുളി കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. നോയമ്പ് കാലത്ത് കറിയൊക്കെ എന്ത് വെക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കണവർക്ക് നല്ല ഒക്കെ വയ്ക്കാം. നോയമ്പ് കാലത്ത് ടേസ്റ്റെടുത്ത് തന്നെയാണ് കഴിക്കാം. കണ്ടോ, ഇത്ര അരിഞ്ഞാൽ മതി കേട്ടോ, ഒന്ന് ചതഞ്ഞാൽ മതി, ഒത്തിരി അരക്കരുത്. ഇനി നമുക്ക് അരപ്പി ചേർക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് പുളിയോ തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമാങ്ങ ഇട്ട് അതിൻ്റെ പുളി മതിയാവും. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് മസാലയെല്ലാം കൂടെ ഒന്ന് വെന്തൊരു നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ചാറ് കൂടിയൊക്കെ ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിക്ക് ഇങ്ങനെ കൂടെ ആകുമ്പോൾ കഴിക്കാനായിട്ടൊരു ചാറ് വേണം അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ചേരം കഴിഞ്ഞ് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചേരം ഫ്രൈ ആവും. അല്ല, ഇതാണോ തേങ്ങ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു വരില്ല, നന്നായിട്ട് ഉടങ്ങും. ശകലം കൂടെ ഉപ്പിയാക്കും. പുളിയൊക്കെ പാകം. ഞാൻ കുറച്ച് കറിവേപ്പില കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് സ്റ്റൗ വെച്ചു. നമ്മുടെ അവിയലുണ്ട് കറക്റ്റ് പാകത്തിനൊന്നും കാണാം. വെള്ളമൊക്കെ പാകം അറിയണം. നമുക്കത് വാങ്ങിക്കാം. ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുമ്മാ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് കുറച്ച് കരിയാപ്പിലയും നോക്കിയിട്ടൊന്ന് വറുത്തെടുക്കാം. വേറെ ഒന്നും ചേർക്കണില്ല, എല്ലാം മസാലയൊക്കെ ചേർത്ത് ഞാൻ വേവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വറുത്തെടുക്കാം. ഞാൻ ഓൾറെഡി മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചേക്കണം കേട്ടോ. നിങ്ങൾക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വെറുതെ വറുത്തെടുത്താൽ മതി. ഇത് അപ്പം ഞാൻ മസാലയൊക്കെ ചേർത്ത് അരമണിക്കൂർ വെച്ചിട്ട് പ്രഷർ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും നമുക്ക് ഉള്ളി ഒത്തിരി വെന്ത് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. രാവിലെ ഓഫീസിലൊക്കെ പോണവർക്കൊക്കെ ആണെങ്കിൽ വൈകിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ച് വെക്കുവാണെങ്കിൽ രാവിലെ ഇനി വെറുതെ എടുത്ത് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് ഫ്രൈ ആക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി വരട്ടാം കേട്ടോ. പെട്ടെന്ന് പണി ചെയ്തില്ല. ഞാനതിങ്ങനെ എപ്പോഴും ഒരു പേപ്പർ വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊടിയൊക്കെ അതിൽ വീണ് കഴിയുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്യാറുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം.
നമുക്ക് ഇനി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. നമ്മുടെ ബീഫ് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വേവിച്ച കാരണം കൊണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി അരക്കണം. ഞാനതിന് കാന്താരിമുളകാട്ടോ ഇടുന്നത്. അവിടെ ഇഷ്ടംപോലെ കാന്താരിമുളകുണ്ട്. കുറച്ച് മുളക് ഇടുള്ളൂ. കാന്താരിമുളകിന് നല്ല എരിവല്ലേ, അതുകൊണ്ട് കുറച്ച് ഇടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് മാങ്ങ ഇടാം. ഞാൻ ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, പച്ചയായിരിക്കുമല്ലോ അതുകൊണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇടാം. ഇപ്പോൾ വേനൽക്കാലമാണ്, ഫ്രഷ് ഇഞ്ചിയൊന്നും കിട്ടാനില്ല. ഉണങ്ങി ഇഞ്ചിയൊക്കെ കടയിൽ കിട്ടണം. ഇഞ്ചി കഴിയുന്നുണ്ട്. ഇഞ്ചി നമുക്ക് കണ്ടിച്ചിടാം. ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കണ്ട. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, തേങ്ങ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ഇടാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. മാങ്ങയാണ്, വെള്ളം ഒഴിക്കണ്ട കേട്ടോ. മാങ്ങയുടെ ഇത് മതി. ഇതിങ്ങനെ പയ്യെ നിറച്ചെടുക്കും. അപ്പോൾ നമ്മളത് കണ്ടോ, ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, ഇത്ര അരിഞ്ഞാൽ മതി. ഇതുണ്ട്, വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു തുണി കയ്യിൽ പിടിച്ചാണ്. അപ്പോൾ നമ്മൾ ഓരോ പണി കഴിയുമ്പോൾ ഇങ്ങനെ തുടച്ച് അവിടെ വൃത്തിയാക്കണമെന്നില്ല ഇങ്ങനെ. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഓരോ പണി കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഓരോന്ന് തൂളും. എന്തായാലും എന്തെടുക്കുമ്പോഴും തൂളും. അപ്പോൾ നമ്മളൊരു വേസ്റ്റ് തുണി കൈ പിടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി വിടണം. പിന്നെ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കറിയൊക്കെ കാണിക്കാം കേട്ടോ.
ചപ്പാത്തി ഇടാനും ദോശ ഉണ്ടാക്കാനൊക്കെ മാത്രമായിട്ട് ഗ്യാസ് ഉപയോഗിക്കുള്ളൂ. ബാക്കി മുഴുവൻ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കും. അതുകൊണ്ട് അടുക്കളയിൽ സ്ഥലം കുറവാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയേക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഫുഡ് ഉണ്ടാക്കൽ പണിയൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി പണിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും കൂടെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് കറി ഉണ്ടാക്കിയേക്കണ അവിയലാണ്. പിന്നെ സാമ്പാറുണ്ട്, വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് സാമ്പാറുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തുണ്ട്. പിന്നെ മാങ്ങാ ചമ്മന്തി ഉണ്ട്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, ചോറുണ്ട്. പിന്നെ തൈരും ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ തൈര് ഇരിപ്പുണ്ട്. ഇതിൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയാണ് ഉച്ചത്തെ ലഞ്ചിനുള്ളത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ട്. അപ്പോൾ ഞാൻ അവിയൽ വെച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാം, ഉച്ചത്തേക്ക് ലഞ്ചിനും കൂടെ കുറച്ച് ഉപയോഗിക്കാം എന്നുള്ള ഇതിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ പണിയൊക്കെ തീർക്കണമെങ്കിൽ നമുക്കിനി വേറെ ക്ലീനിങ്, വാഷിങ് അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഉണ്ടല്ലോ. ബാക്കി അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നൊന്ന് പറയണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.